കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവങ്ങളോട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. എല്ലാ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അസാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു സാക്ഷ്യമാണ്. മരിച്ചെന്ന് പറഞ്ഞ് മാറ്റിയിട്ട, മോർച്ചറിയിലിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വ്യക്തി ജീവിച്ചെഴുന്നേറ്റ് വരുന്നു, ഇന്ന് യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. അത്ര അസാധാരണമാകുന്ന ജീവിതകഥയുള്ള ഒരു കർത്തൃ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവമകനാണ് ഇന്ന് നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ അവിടെ നിങ്ങളെ ഒരുക്കി കൊടുപ്പിക്കായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ പ്രിയമകനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം, ധൈര്യത്തിന് കാരണമായി തീരണം, വിശ്വാസവർദ്ധനയ്ക്ക് കാരണമായി തീരണം. കർത്താവെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. പ്രത്യേകമായി കർത്താവെ, ഈ വീഡിയോ കാണുന്ന ഓരോ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന പ്രിയ പിന്തുടരനെ ശക്തമായി അവിടുന്ന് ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങനെ ചെയ്യാൻ അവിടുന്ന് വിശ്വസ്നാകൽ സ്തോത്രം. സകലമാന മഹത്വത്തെ കർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നല്ല ഒരു ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. അസാധാരണമാകുന്ന ഒരു സാക്ഷ്യമാണ്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് പ്രിയപ്പെട്ട ജോസഫ് ബിനു ബ്രദറാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ബിനു ബ്രദറിനെ ഈ ഒരു സെഷനിലേക്ക് ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. ബിനു ബ്രദറെ, വെൽക്കം. പ്രൈസ് ദി ലോർഡ്. ശരി, സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് വന്നതിൽ. എറണാകുളംകാരനാണോ? എറണാകുളത്ത് പറവൂര്, പുത്തൻവേലിക്കര തിരുത്തൂർ എന്ന് പറയും. പറവൂര്, പുത്തൻവേലിക്കര തിരുത്തൂര്. പുത്തൻവേലിക്കര ഒരു പഞ്ചായത്താണ്. ശരി, ഗ്രാമത്തിലാണ്. ശരി. താമസിക്കുന്ന അവിടെ, ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാണോ? ജനിച്ചത് വളർന്നതും ഒക്കെ താമസിക്കുന്നത് എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു പിന്നെ ആത്മീക കൂട്ടായ്മ ബന്ധമൊക്കെ കഴിഞ്ഞ ദിവസം നമുക്ക് അസാധ്യയുടെ പ്രേക്ഷകർക്ക് നമ്മൾ പരിചയപ്പെടുത്തിയ ബർണബാസ് പാസ്റ്ററുമായിട്ടൊക്കെയാണ് അല്ലേ? അതെ, അതെ, അതെ. അത് എനിക്ക് തോന്നുന്നു എന്താ ചാലക്കുടി ആരാധനയ്ക്കൊക്കെ അവിടെയാണ് പോകുന്നത്. അതെ, ചാലക്കുടി. എന്റെ 3 അളിയന്മാര് വിശേഷന്മാരും പാസ്റ്റർമാരൊക്കെ ഉണ്ട്. ശരി. അപ്പൊ ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരവർക്ക് ക്ഷണിക്കനുസരിച്ച് അവരുടെ ചർച്ചകളിൽ പോകും. ശരി, അതെ. പരസ്യയോഗങ്ങൾ അല്ലയോ? അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങൾ സന്ദർശിച്ച് എങ്ങനെയാ പരസ്യയോഗങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? പരസ്യയോഗം ഒറ്റക്കും ചെയ്യാറുണ്ട്, ടീം വർക്കായിട്ടും ചെയ്യാറുണ്ട്. ഒറ്റക്ക് എനിക്ക് ചെറിയൊരു സൗണ്ട് സിസ്റ്റം ഉണ്ട്. അത് 2 വീലറിൽ വെച്ച് കെട്ടിയിട്ട് കോളനികളും ജംഗ്ഷനുകളും ഒക്കെ നോക്കി അങ്ങനെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ പോയിട്ട് എന്റെ സാക്ഷ്യവും സുവിശേഷവും പ്രസംഗിക്കും, ലഘുലേഖകൾ കൊടുക്കും, പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തും. അവിടെ ആരെങ്കിലൊക്കെ രക്ഷിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ അടുത്തുള്ള ദൈവസഭകളിലാക്കി കൊടുക്കുന്നു. പിന്നെ ടീം വർക്കായിട്ട് ഒരു ഇമ്മാനുവൽ മിഷൻ ചാനൽ നടത്തുന്ന ഒരു ടീമുണ്ട്. അവർക്ക് ഒരു എന്താ പറയണത്, ഒരു ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ലാണ്ട് ഏതാണ്ട് ഒരു 30ഓളം ദൈവദാസന്മാര് ചേർന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇമ്മാനുവൽ മിഷൻ ഉണ്ട്. അവരുടെ മിഷൻ അങ്കമാലിലാണ്. അവർ ഈസ്റ്റോടി എന്നുള്ള ദൈവദാസന്റെ കീഴിൽ. അപ്പൊ അവര് എല്ലാ ചൊവ്വാഴ്ചയിലും കേരളത്തിന്റെ പല ജില്ലകളിലും പല എന്താ പറയുന്നത് ദൈവദാസന്മാരുടെ ആഗ്രഹപ്രകാരം അല്ലാതെയും പോയിട്ട് പരിശോധന നടത്തുന്നു, ഹൗസ് വിസിറ്റിംഗ് നടത്തുന്നു. അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്. പിന്നെ ദൈവദാസന്മാർ ആരെങ്കിലൊക്കെ ഇങ്ങനെ പരിശോധന ക്ഷണിച്ചാൽ അവരോട് ഒന്നിച്ച് പോയി പരിശോധന നടത്തുന്നു. കർത്താവിന്റെ എല്ലാ ദിവസവും പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു. ശരി. ഇമ്മാനുവൽ മിഷനോട് കൂടിയാ കൂടുതലും അല്ലേ പരസ്യയോഗത്തിനൊക്കെ പോകുന്നത്? അങ്ങനെയില്ല. ഇമ്മാനുവൽ മിഷന്റെ പ്രവർത്തനം 2 ദിവസം ഉണ്ടാവുള്ളൂ ആഴ്ചയിൽ. ഒരു ദിവസം ശനിയാഴ്ച പ്രയർ ഉണ്ടാവും, ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പരിശോധനകൾ ഉണ്ടാവും. ശരി, ദൈവം സഹായിക്കട്ടെ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ആമുഖമായിട്ട് പറഞ്ഞു. എന്നാൽ ഒന്നുകൂടെ പ്രേക്ഷകർക്ക് വേണ്ടി വീട്ടുകാരിയൊക്കെ എന്ന് പറയുകയാണെങ്കിൽ കുടുംബത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, ജനിച്ചു വളർന്ന പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് പരിചയപ്പെടാൻ വേണ്ടി ഒരു സഹായകമാകും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും. എന്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 9 മക്കളാണ്. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അപ്പനമ്മമാരെ നല്ല ശിക്ഷണത്തിലും ശാസ്ത്രത്തിലും ഒക്കെയും ഞങ്ങൾ വളരുവാനിടയായി. അതിൽ 9 മക്കളിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. 5 പെണ്ണും 4 ആൺമക്കളും. അതിൽ ഏറ്റവും ഇളയാളെ ജനിക്കാനിടയായി.
ഞങ്ങളുടെ തൊട്ട് ചേർന്ന് തന്നെ കോൺവെന്റും സെന്റ് തോമസ് എന്നുള്ളൊരു ചർച്ചും ഉണ്ട്. അപ്പോൾ പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ആത്മീയമായിട്ട് ചെറുപ്പത്തിലെ തന്നെ പള്ളിയിലെ ബന്ധങ്ങളിൽ കാര്യങ്ങളിൽ എല്ലാത്തിലും ആക്റ്റീവായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയൊക്കെ വളരെ നിർബന്ധമായിരുന്നു. നല്ല ശിക്ഷണത്തിലും ശാസനത്തിലും തന്നെയാണ് വളർന്നു വന്നത്. അങ്ങനെ ദൈവികാര്യങ്ങൾക്കൊക്കെയും ഇൻവോൾവ് ആയിട്ട് പോകാനിടയായിരുന്നു. എന്റെ സാക്ഷ്യത്തിന്റെ മെയിൻ കാര്യം തന്നെ പള്ളിയിൽ ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. അച്ഛന്റെ കൂടെ പള്ളിയിൽ അച്ഛന്റെ കൂടെ പിക്നിക്കിന് എറണാകുളത്ത് പോകാനിടയായി. അവിടെ വെച്ചുണ്ടായതാണ് എന്റെ ജീവിതത്തിലുണ്ടായ സാക്ഷ്യം. അത് നിശ്ചയമായിട്ടും ആ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. പിന്നെ ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചുപോയി. ഞാൻ വിവാഹം കഴിച്ചു. ഭാര്യയുടെ പേര് മോളി. 2 ആൺമക്കളുണ്ട്. മൂത്ത മകന്റെ പേര് ഹാനോക്ക്, ഇളയ മകന്റെ പേര് മേഷാക്ക്. അങ്ങനെ ഞങ്ങള് സന്തോഷമായിട്ട് കർത്താവിൽ സന്തോഷമായിട്ട് യാത്ര ചെയ്യുന്നു. ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. ശരി, ശരി. കുഞ്ഞു പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. തീർച്ചയായിട്ടും, അതെ. തീർച്ചയായിട്ടും. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട് അല്ലേ? ഒത്തിരി ഉണ്ട് പാസ്റ്ററെ. അതെ. ദൈവം എല്ലാം കേൾക്കണം. അപ്പോൾ ഞാൻ ഇനി അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. തുടക്കം മുതലേ പറയാം. കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. അനുഭവങ്ങൾ എല്ലാം പറഞ്ഞു തുടങ്ങാം. ഒരു വാക്ക്. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 8:32 പറയുമ്പോൾ ഹല്ലേലൂയ, കാലത്തിന്റെ തികവിൽ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൽ എന്നെ സ്വതന്ത്രനാക്കാൻ, ക്രിസ്തുവിൽ എന്നെ സന്തോഷത്തോടെ യാത്ര നടത്താൻ കൃപ പകർന്ന ആ ദൈവത്തിന് പൂർണ്ണ മഹത്വവും മാനം പുഴിച്ചേക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. ആ ദൈവം ഇത് ഈ അസാദിയുടെ സംപ്രേഷണങ്ങളിലൂടെ എന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്കും ഒരു സത്യമുള്ള ദൈവമുണ്ടെന്നും ആ സത്യദൈവം സ്വതന്ത്രമാക്കുമെന്നും ക്രിസ്തുവിലെന്നും സ്വതന്ത്രത്തോടെ ജയത്തോടെ പാപനുഖങ്ങളിൽ നിന്നും അടിമതുകളിൽ നിന്നൊക്കെയും അത് മദ്യപാനമോ മയക്കുമരുന്നോ ഏതവസ്ഥയിലാണെങ്കിലും അതിൽ നിന്നൊക്കെയും വിടുതൽ കൽപ്പിക്കുന്ന, സൗഖ്യം നൽകുന്ന, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എൻ്റെ ജീവിതം സാക്ഷ്യമായി കേൾക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസതിന് മുമ്പിൽ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹവും അതിനെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജോസഫ് ബിനോന്ന്. പുത്തുമ്പേലിക്കര എന്ന ഗ്രാമത്തിൽ പുത്തുമ്പേലിക്കര എന്ന പഞ്ചായത്തിൽ തിരുത്തൂർ എന്ന ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. ജനിച്ചു വളർന്നതൊക്കെയും ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ്. പള്ളിയോട് ചേർന്നുള്ള തൊട്ട് ചേർന്നുള്ള ഒരു ഭവനമാണ് എൻ്റെ വീട്. അതിനോട് ചേർന്ന് തന്നെ മഠവും. അപ്പോൾ ഭക്തിപരമായ കാര്യങ്ങളിലൊക്കെ വളരെ തീക്ഷ്ണതയായിരുന്നു അപ്പനും അമ്മക്കൊക്കെ. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകണം, കുർബാന കാണണം, എല്ലാ കർമ്മങ്ങൾക്കും പങ്കെടുക്കണം, കുർബാനക്ക് കൂടണം, ഓൾട്ടർ ബോയ്സ് ആയിട്ട് പ്രവർത്തിക്കണം, എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരിക്കണം. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 3-ാം ക്ലാസ് തുടങ്ങിയ അങ്ങനെ സക്രാരിൽ വേല ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് കടന്നു പോന്നിരുന്നു. ഏതാണ്ട് ഒരു 11 വയസ്സ് കഴിഞ്ഞപ്പോൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പള്ളിയിലെ അച്ഛൻ എറണാകുളത്ത് ഒരു പിക്നിക്കിന് ഞങ്ങളെ കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടു. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ 31 പേര് വാട്ടർ ബോയ്സ് ആയിട്ടുണ്ടായിരുന്നു. എന്നെക്കാൾ മൂത്തവരും എന്റെ സമപ്രായക്കാരായ ഒത്തിരി പേര് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ എറണാകുളത്ത് അന്ന് ഏഷ്യാഡ് അപ്പുവിന്റെ ഒരു പ്രദർശനം എറണാകുളത്ത് നടക്കുന്നുണ്ടായിരുന്നു. അത് കാണുക, പിന്നെ ടാറ്റ കമ്പനിയിൽ പോവുക, സോപ്പ് ഉണ്ടാക്കുന്നത് കാണുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താണ് പോയത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തലേ ദിവസം പോയി അവിടെ കത്തീഡ്രൽ ചർച്ചിൽ കിടക്കാനിടയായി. രാവിലെ തന്നെ ടാറ്റ കമ്പനിയിൽ പോയി സോപ്പ് ഉണ്ടാക്കുന്നത് കണ്ട് മടങ്ങി വന്ന വഴിക്ക് MG റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. അപ്പൊ അന്ന് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഈ പ്രോഗ്രാമിന് ഇന്ദിരാഗാന്ധി എറണാകുളത്ത് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് റോഡെല്ലാം വളരെ വിജനമായിരുന്നു. കാരണം പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയിരുന്നുകൊണ്ട് വാഹനങ്ങളൊന്നും ഇല്ലാതെ വളരെ വിജനമായി കിടക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പള്ളിയിലെ അച്ഛന്റെ കൂടെ കൈപിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം എല്ലാറ്റിനും അത്രയും ചേർന്ന് പള്ളിയായിട്ട് അത്രയും ബന്ധത്തില്. അപ്പൊ അച്ഛൻ 15 കുട്ടികളെ റോഡിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാക്കിയപ്പോൾ ഞാനും അച്ഛന്റെ കൂടെ പോയി. വീണ്ടും അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അപ്പോഴും ഞാൻ തിരികെ വന്നു. അങ്ങനെ പള്ളിയുമായിട്ടും അച്ഛനായിട്ടൊക്കെ അത്ര ബന്ധത്തിൽ നിൽക്കുന്ന ഞങ്ങൾ തിരിച്ച് അടുത്ത ടീമിനെ കൊണ്ടുപോകുന്ന വന്നപ്പോൾ ഒരു പോലീസ് ജീപ്പ്, എറണാകുളത്തെ ഐജിയുടെ ജീപ്പ് റോഡിലൂടെ വരുന്നത് ഞാൻ കണ്ടില്ല. അച്ഛൻ കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, ജീപ്പ് വണ്ടി വരടാന്ന് പറയലും ഞാൻ അച്ഛനെ പിടിച്ചിരിക്കുകയായിരുന്നു. അച്ഛന്റെ കൈ ഞാൻ വിട്ടിട്ട് ബാക്ക് തിരിഞ്ഞോടുവാനിടയായി. തിരിഞ്ഞോടിയപ്പോൾ ആ വാഹനം വന്ന് എന്നെ ഇടിച്ചു. ഞാൻ തെറിച്ചു പോയി. അപ്പൊ കാലിൽ ഇടിച്ചിട്ടാണ് തെറിച്ചു പോയത്. തെറിച്ച് വീണ് കുറെ ദൂരം. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിലും 15 പേര് നിന്ന് ലൈവായിട്ട് കാണുന്നു. അച്ഛനടക്കം 31 പേര് ലൈവായിട്ട് ഇത് കാണുകയാണ്. ഞാൻ തെറിച്ചു വീണു. തെറിച്ചു വീണുടനെ ഞാൻ എഴുന്നേൽക്കാനിടയായി. എന്തോ ദൈവം അത് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയുവാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ തെറിച്ചു വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും ആ ജീപ്പ് വന്ന് എന്റെ തലയ്ക്ക് ഇടിക്കാനിടയായി. അപ്പൊ ഈ ഇടിക്കുന്ന ജീപ്പ് വരുന്നതൊക്കെ ഞാനിങ്ങനെ കാണുന്നത് ഇപ്പോഴും എന്റെ കാഴ്ചയിലുണ്ട്. അത് അങ്ങനെ ഇടിച്ച് ഞാൻ അവിടെ നിന്ന് വീണ്ടും തെറിച്ചു പോയിട്ട് ആ ജീപ്പ് ഒരു ടെലിഫോൺ പോസ്റ്റിൽ കൊണ്ട് ഇടിച്ച് നിർത്തി. അങ്ങനെ അവരവിടെ നിന്ന് ചാടി ഓടി വന്നപ്പോഴത്തേക്കും അച്ഛൻ എന്നെ വാരി എടുത്തേക്ക്. ഈ വെളുത്ത ലോഹയിലൊക്കെ നിറയെ ബ്ലഡായി. കാരണം 2 പ്രാവശ്യം ഇടിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മരിച്ചു എന്നുള്ളൊരു ഇതാണ് എടുത്തത്. അച്ഛൻ വാരി എടുത്തു.
IG വന്ന് നോക്കിയപ്പോ അച്ഛനാണ്. അങ്ങനെ ആ ജീപ്പിൽ തന്നെ അവര് വേറെ ഒന്നും നോക്കിയില്ല. ആ ജീപ്പിൽ തന്നെ ഈ പിള്ളേരൊക്കെ അവിടെ വിട്ടേച്ചും ജീപ്പിൽ തന്നെ നേരെ എന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായി. ജനറൽ ഹോസ്പിറ്റലിലേക്ക് ആ ജീപ്പിൽ തന്നെ IGയും അച്ഛനും ഒക്കെ കൂടി എന്നെ വാരി കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്നപ്പോ സർജൻ നോക്കി, സർജന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോ തന്നെ അവരെന്നോട് പറഞ്ഞു, അവര് പറഞ്ഞു, "ഞാനിങ്ങനെ മരിച്ചുപോയി. ആളെ ഇത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങള് അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് ചെയ്തോളൂന്ന്" പറഞ്ഞു. അങ്ങനെ പോലീസുകാര് FIR റെഡിയാക്കി. സർജനും അതിനകത്ത് സർട്ടിഫൈ ചെയ്തു. ആ ഫയല് എന്റെ സ്ട്രക്ചറിൽ വെച്ചിട്ട് എന്നെയും സ്ട്രക്ചർ തള്ളി മോർച്ചറിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി. കാരണം IG ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. പിന്നീട് ഇതൊക്കെ വെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വന്നതുകൊണ്ടാണ് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിച്ചത്. മോർച്ചറിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി സ്ട്രക്ചറിൽ ഇട്ടിരിക്കുന്ന എന്റെ ശരീരം ആ, കണ്ട ഒരു നേഴ്സ്, മോർച്ചറിലേക്ക് കൊണ്ടുപോകുന്നതാണോ അതിന് നേരത്തെ ഇവിടെ കണ്ടെന്ന് അറിയില്ല. ആ നേഴ്സ് വന്നിട്ട് എനിക്ക് ഓക്സിജൻ തരാൻ വേണ്ടി സിലിണ്ടറായിട്ട് വരാനിടയായി. അപ്പോ IG എല്ലാം വളരെ ശ്രദ്ധിച്ചു. മരിച്ചു എന്ന് പറഞ്ഞ് FIR എഴുതി എല്ലാം കഴിഞ്ഞ ഈ വ്യക്തിക്ക് ഇനി ഓക്സിജൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് നോക്കാനിടയായി. അങ്ങനെ ഈ പെണ്ണ് വന്ന്, ഈ നഴ്സ് വന്നിട്ട് എന്റെ മൂക്കിൽ ട്യൂബ് ഇട്ടപ്പോ ഞാൻ അനങ്ങി എന്നാണ് പറയുന്നത്. ഇത് IG കണ്ടു. IG കണ്ടപ്പോ പറഞ്ഞു, ഇനി ഇവിടെ ഇട്ടാല് കാര്യം പ്രശ്നമായിട്ട് പോകും. അവര് ജീവനോടെ തന്നെ ഇയാളെ തീർത്ത് കളയപ്പോ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം പറഞ്ഞു. ആ സ്ട്രക്ചറെ പാടി തന്നെ അവര് നേരെ ജീപ്പിന് എന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണ്ടായി. അപ്പൊ ആ സ്ട്രക്ചറിൽ എന്റെ ഫയൽ, FIR എഴുതിയ ഫയലിലും ആ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. മെഡിക്കൽ ടെസ്റ്റിൽ ചെന്നപ്പോ അതിലിട്ടച്ച ആ ബെഡ്ഷീറ്റും എല്ലാരും കൂടി ഈ ഫയലൊക്കെ കൂടി ചുരുട്ടി. അപ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തിയിരുന്നു അവിടെ. എന്റെ അപ്പനും ആൾക്കാരൊക്കെ വന്നു. അപ്പന്റെ കയ്യിൽ ഈ എല്ലാരും കൂടി കൊടുത്തപ്പോ ഈ ഫയൽ വാങ്ങി അടുത്തുള്ള ആളുടെ പിടിക്കാൻ കൊടുത്തു. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റിൽ അവര് എന്നെ ചെക്കപ്പ് ചെയ്തപ്പോ എന്റെ തലച്ചോറ് ഒരു കോഴിയുടെ മുട്ട നിലത്ത് വീണ് കലങ്ങിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ മിക്സ് ആയിപ്പോയി. രണ്ട് തലയുടെ വലിപ്പം വെച്ചു. ആകെ എന്താ പറയുക, തലച്ചോറ് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിലായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അന്ന് അവിടെ ഉള്ളതില് അമേരിക്കയിൽ പോയി PhD എടുത്ത ഡോക്ടർ സുബ്രാവ് എന്നുള്ള ന്യൂറോളജിസ്റ്റ് പറയാണ്, ഈ ആളെ ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് ആവത്തില്ല. ജീവിച്ചിരുന്നാൽ ഒന്നില്ലെങ്കിൽ ഒരു ഭ്രാന്തനാകും, ഒരു അപസ്മാര രോഗിയാവും, അല്ലെങ്കിൽ ഒരു ഫിറ്റ്സ് വരുന്ന ഒരു വ്യക്തി, അറ്റ്ലീസ്റ്റ് ഒരു കോമ സ്റ്റൈലെങ്കിലും ഒരു ജീവശവം പോലെ കിടക്കും. അതുകൊണ്ട് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോ എന്റെ അപ്പം പറഞ്ഞു, എന്ത് തന്നെ ആയാലും മരിക്കുമ്പോ മരിക്കട്ടെ, നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടറെ യാതൊരു മരുന്ന് ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എന്നെ മരിക്കാൻ വേണ്ടി അവിടെ 2 ആഴ്ചയോളം ആ, ഒരു മരുന്ന് ചെയ്യാണ്ട് എന്റെ കാലിന്റെ എല്ലൊടിഞ്ഞു പോയി, ഷോൾഡറിൽ ഒടിഞ്ഞു പോയി. പിന്നെ മൂക്കിൽ നിന്ന് ചോര വരുന്നു, ചുവട്ടിൽ നിന്ന് ചോര വരുന്നു. അങ്ങനെ മൊത്തം ബ്ലഡ് കൊണ്ടും ഒത്തിരി വിഷയങ്ങൾ സംഭവിക്കേ. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചെവി പഴുത്തു, കണ്ണ് പഴുത്തു. പിന്നെ ഭയാനകമായ ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത്. സംസാരിക്കുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാല് അതേ അവസ്ഥ. ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. തൊട്ടടുത്ത എല്ലാ ദിവസവും 2ഉം 3ഉം പേരൊക്കെ മരിച്ചു പോകുമ്പോൾ അടുത്ത ആള് ഞാനാണെന്നുള്ള പ്രതീക്ഷയിലാണ് എന്റെ അമ്മയും സഹോദരന്മാരൊക്കെ ഇരിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ നാട്ടിലും അങ്ങനെ തന്നെ. ഒരു വണ്ടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പ കരച്ചില വീട്ടില്. എന്റെ പെങ്ങന്മാരൊക്കെ ഒത്തിരി കരയുമായിരുന്നു. പക്ഷെ അതൊന്നും എല്ലാം അത്തരത്തിലായിരുന്നില്ല. പള്ളിയിൽ ഒരു മണി കേട്ടാ അപ്പോ എല്ലാവരും കരച്ചിലായിരുന്നു. ആളുടെ ഓടിക്കോളും വീട്ടില്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഞാൻ മരിച്ചില്ല. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ പറയുവാനിടയായി. വീട്ടിൽ ഇളയതായതുകൊണ്ടും ഒരു ചെറിയൊരു പുന്നാരം എനിക്കുണ്ടായിരുന്നതുകൊണ്ടും ഞാൻ അമ്മനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അമ്മ എനിക്കൊരു പാട്ട് പാടി തരാൻ. അപ്പൊ ഇത് കേട്ട എന്റെ സഹോദരി അമ്മയോട് പറഞ്ഞു, അമ്മേ, അവൻ പാട്ട് പാടാൻ അമ്മനോട് പറഞ്ഞു. അങ്ങനെ അമ്മ പാട്ട് പാടാൻ തുടങ്ങി. അപ്പൊ രാത്രി റൗണ്ടിൽ വന്ന നേഴ്സ് ചോദിച്ചു, എന്താണ് ഇങ്ങനെ പാട്ട് പാടുന്നത്? അങ്ങനെ നേഴ്സിനോട് സഹോദരി പറഞ്ഞു, ചെക്കൻ ഇങ്ങനെ സംസാരിച്ചു, ഒരു പാട്ട് പാടി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്നാ പാടിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഭയാനകമായ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെയും ഈ പാട്ട് കേട്ടപ്പോ ആ ശബ്ദമൊക്കെ നിലക്കാനും ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനിടയായി. ഈ നേഴ്സാണെങ്കിൽ വേറൊരു കാര്യം ചെയ്തു. അപ്പോൾ തന്നെ ചെന്നിട്ട് ഈ ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു. ഈ ഡോക്ടറാണെങ്കിൽ വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഈ ഡോക്ടറിന് 2 മക്കളും, എന്റെ പെങ്ങൾ പറഞ്ഞ കന്യാസ്ത്രീ ഉണ്ടായിരുന്നു മൂത്തത്. ആ കന്യാസ്ത്രീ സെന്റ് തെരേസസ് കോൺവെന്റിൽ സിസ്റ്റർ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ സെന്റ് തെരേസസിലെ 2 മക്കളും ഡോക്ടറിന്റെ മക്കളും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും വിളിച്ചു ചോദിക്കാവുന്ന ഒരു കണക്ഷൻ സിസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നുകൊണ്ട് ആ സിസ്റ്റേഴ്സുമായിട്ട് ഒരു റിലേഷൻ ഈ ഡോക്ടറും ഉള്ളതുകൊണ്ട് ഡോക്ടർ ആ രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ അത് മനസ്സിലാക്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവന്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് അവസ്ഥയിലാണെങ്കിലും തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ചെയ്യാം, കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോരണേ. പക്ഷെ എങ്കിലും
യാതൊരു വിധത്തിലും ഒരു പ്രത്യേക തരം മരുന്നുകളൊന്നും ചെയ്യാണ്ട് എനിക്ക് കുറെ മരുന്നുകൾ മൂക്കിലൂടെയും ഇഞ്ചക്ഷനിലൂടെ ഒക്കെ തരുമായിരുന്നു, അല്ലാണ്ട് കറക്റ്റായിട്ടൊരു മരുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യം, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം എന്തെങ്കിലും ചെയ്യണം. മെഡിക്കൽ സയൻസിന്റെ റിസൾട്ട് ഇത്രേ ഉള്ളൂ: മെന്റലി, അല്ലെങ്കിൽ അപസ്മാരം, അല്ലെങ്കിൽ ഒരു കോമ സ്റ്റൈല്, അല്ലെങ്കിൽ ഒരു ഫിക്സ് വരുന്ന വ്യക്തി. അതിനപ്പുറമായിട്ട് ഈ വ്യക്തിയെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ ഒടിഞ്ഞ കാല് രണ്ടും എല്ല് കയറി ഇറങ്ങിയിരിക്കുകയാണ്, ഷോൾഡറിൽ ഒടിഞ്ഞത് അങ്ങനെ ഇരിക്കുകയാണ്. ഇതുമേലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇയാൾ ഒട്ടും കിട്ടത്തില്ല. അപ്പൊ എന്തായാലും ജീവനെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ, നമുക്ക് തുടരാമെന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 2 മാസത്തോളം മെഡിക്കൽ ടെസ്റ്റിൽ കിടക്കുവാനിടയായി. കർത്താവിന്റെ വലിയ കരുണ. കാരണം ഇന്ന് എനിക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം മരിച്ചവർ ഉയർപ്പിക്കുന്നു, അത് മരണവിധി മാറ്റി എഴുതുന്നു, ലോകം എഴുതുന്ന അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് എഴുതുന്ന ഏത് സർട്ടിഫിക്കറ്റിനെയും അല്ലെങ്കിൽ ഏത് റിസൾട്ടിനെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവമുണ്ടെന്നും ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ദൈവം കൃപ നൽകി. എന്നാൽ കേൾക്കണേ, ഈ ഹോസ്പിറ്റലിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും ജീവൻ അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല, ദൈവത്തിന് മാത്രം നൽകാൻ കഴിഞ്ഞു. കാരണം ഓരോ മാസവും ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറഞ്ഞിരുന്നു, ഓരോ മാസവും ചെക്കപ്പിന് ചെല്ലണം. ചെല്ലുമ്പോഴൊക്കെ ആ ഡോക്ടർ എന്നെ കുറിച്ച് പറയുന്നത് മിറക്കിൾ മാൻ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ദൈവമാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന്. കേൾക്കണമേ, ഒത്തിരി ഒത്തിരി പേര് പെന്തക്കോസുകാരായിട്ട്, പ്രൊട്ടസ്റ്റന്റുകാരായിട്ട്, കരിസ്മാറ്റിക്കാരായിട്ടൊക്കെ ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുകയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ദൂതറിയിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യൻ ഇടവിടാതെ പ്രാർത്ഥിച്ചു, മടുത്തുപോകാതെ പ്രാർത്ഥിച്ചു, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ്, ഇന്ന് ഞാനൊരു മെന്റൽ പേഷ്യന്റ് അല്ല, ഇന്നൊരു ഞാൻ അപസ്മാര രോഗിയല്ല, ഇന്ന് ഞാനൊരു കോമ സ്റ്റൈലുള്ള വ്യക്തിയല്ല, ഇന്ന് ഞാനൊരു ഫിക്സ് വരുന്ന വ്യക്തിയല്ല. യാതൊരു കുഴപ്പവുമില്ലാതെ എനിക്ക് നടക്കും. എന്റെ കാലിന്റെ എല്ല് ഒടിഞ്ഞത് ഇപ്പോഴും കയറി ഇറങ്ങിയിരിക്കുക. ഒരു കാല് ചെറുതാണെങ്കിലും ഒരു വികലാംഗനെ പോലെ അല്ല ഞാൻ നടക്കുന്നത്. ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, വെയിറ്റ് എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറിൽ ഒടിഞ്ഞെങ്കിലും എനിക്ക് യാതൊരു വിധത്തിലും ദീർഘ പ്രയാസങ്ങളോ ഒന്നുമില്ല. ദൈവം എന്നെ വളരെ കാര്യപരമായിട്ട് എന്താ പറയുക അനുഗ്രഹത്തോടെ നടത്തുന്നു. അതിനപ്പുറമായിട്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. നാട്ടിൽ വന്നു. എന്നെ ഫുള്ള് ബോഡി കഴുത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാല് മോഷനും യൂറിനും പാസ് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾ ഇട്ടതല്ലാണ്ട് ബാക്കി ഫുള്ള് ബോഡി പ്ലാസ്റ്റർ ഇട്ടിട്ട് ആംബുലൻസിലാണ് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരു എന്താ പറയുക ഡെഡ് ബോഡി കൊണ്ടുവരുന്ന പോലെയാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. 6 മാസം കിടപ്പ് കിടക്കാനിടയായി. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയാതെ എന്റെ കാല് രണ്ടും കയറി ഇറങ്ങി പോയിരിക്കാൻ വേണ്ടി ഷൂവിന്റെ അടിയിൽ ഒരു റബ്ബറിന്റെ കട്ട ഒട്ടിച്ച്, ഏതാണ്ട് 3 വർഷത്തോളം ഞാൻ സ്കൂൾ ജീവിതത്തിലൊക്കെയും റബ്ബറിന്റെ കട്ട ഒട്ടിച്ച ഷൂ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഇപ്പോ കാലിന് പോലും ഒരു കയറ്റിറക്കമോ കുറവോ അങ്ങനെയൊന്നുമില്ല. ദൈവം വളരെ അത്ഭുതം ചെയ്തു. ഈ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വളരെ ആഗ്രഹിക്കാൻ കാരണം, 2-3 മാസം മുമ്പ് 24 ലൈവ് മലയാളം ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ ഷോയില് തമ്മിൽ എന്നുള്ളൊരു ഷോ കാണുവാനിടയായി ഞാൻ. അപ്പൊ അതിനകത്ത് യേശു അപ്പൊ അതിനകത്ത് പാസ്റ്റർമാരുണ്ട്, ഹൈന്ദവ വിശ്വാസത്തിൽ, മുസ്ലിം വിശ്വാസത്തിലുള്ള പല ശ്രേഷ്ഠന്മാരായ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് യേശു സൗഖ്യമാക്കും, യേശു വിടുതൽ കൽപ്പിക്കും, യേശു രക്ഷിക്കും, യേശു മരിച്ചവരെ ഉറപ്പിക്കും, ഇതിനൊന്നും തെളിവില്ല എന്ന് പറയുന്ന ഒരു സംസാരം അതിൽ നിന്ന് ഉണ്ടാകാനിടയായി. അപ്പൊ എനിക്കത് വളരെ വിഷമമുണ്ടാക്കി. കാരണം യേശു മാത്രമേ ഏകരക്ഷകനുള്ളൂ. യേശുവിന് മാത്രമേ മരിച്ചവരെ ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. കാരണം മരണത്തെ ജയിച്ചവനും മാത്രമേ ഒരു മനുഷ്യനെ മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് ജീവനിലേക്ക് നടത്താൻ കഴിയത്തുള്ളൂ. കാരണം ഞാൻ മരിച്ചവനായിരുന്നു. കാരണം ആ FIR കൊണ്ട് ഞാൻ എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഞാൻ എറണാകുളം ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ സ്വാധീനിച്ച് ആ FIR കൊണ്ട് കേസ് കൊടുക്കാൻ പോയവനാ. ഞാൻ അവിടെ ചെന്നപ്പോ വക്കീലിനോട് പറഞ്ഞത്, ഒരു പ്രാവശ്യം പിടിക്കുന്നത് സ്വാഭാവികം, രണ്ടാമത് ഇടിച്ചു കഴിഞ്ഞാല് വാഹനം പിടിച്ചു കഴിഞ്ഞാൽ അത് കൊലപാതക കുറ്റമാണ്. അപ്പൊ എന്തായാലും നിനക്ക് നല്ലൊരു പൈസ കിട്ടും. ഞാൻ അതിനു വേണ്ടി കോടതിയിൽ പോയി. പോലീസ് കേസ് അന്വേഷിച്ചപ്പോ ഫയൽ പരിശോധിക്കുമ്പോ കേസ് അവിടെ ഉണ്ടെങ്കിലും കേസ് ഫയൽ ചെയ്തിരുന്നില്ല. അവിടെ രജിസ്റ്റർ ഫയൽ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് കേസ് ഫയൽ ചെയ്യാതിരുന്നത് എന്റെ വീട്ടുകാർ ഒരു കാര്യം പറഞ്ഞു, നമ്മള് ഈ കേസുമായി പോയാൽ ആ വണ്ടി ഓടിച്ച ഡ്രൈവറിനാണ് കൊലപാതക കുറ്റം വരത്തുള്ളൂ. കാരണം ഒരു പ്രാവശ്യം സ്വാഭാവികമായിട്ടും ഇടിക്കാം, രണ്ടാമത് ഇടിക്കുമ്പോൾ ആ ഡ്രൈവറിന് കുറ്റം വരും, ആ ഡ്രൈവറിന്റെ ജോലിയോ കുടുംബം വിട്ടോ കാശ് തരേണ്ട വരും. അപ്പൊ നമ്മൾ ആ മനുഷ്യനോട് ക്ഷമിക്കണം. ക്ഷമിച്ചാൽ ദൈവം നമ്മുടെ മകനെ തിരിച്ചു തരുന്നുള്ള ഒരു ചിന്താഗതി എന്റെ ഭവനക്കാർക്കുണ്ടായി. അതുപോലെ അവർ ക്ഷമിക്കാനിടയായി. പ്രിയരെ, എന്റെ കാരണന്മാര് ഏത് തരത്തിലായിരുന്നാലും
അവര് ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കാലത്തിന്റെ തികവില് ഏതാണ്ട് ഞാനൊരു 8-8ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ഒരു കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ ദൈവത്തെ അറിയാനിടയായി. ദൈവത്തെ അറിയാനിടയെന്ന് വെച്ചാൽ ഫാദർ മാത്യു തിരുമല എന്നൊരു ഒരച്ഛൻ സുവിശേഷം പ്രസംഗിക്കുന്നു, ധ്യാനം നടത്തുന്നു, അങ്ങനെ ഒരു ഇതിൽ പോകാനിടയായി. അപ്പൊ വിഗ്രഹാരാധന എന്താണെന്നും ദൈവം എന്താണെന്നും ഒക്കെയും അറിയാനിടയായി. അങ്ങനെ ഞങ്ങള് വിഗ്രഹാരാധന നിന്ന് വിട്ടിട്ട് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ പാടി സ്തുതിക്കുന്നു, അങ്ങനെ ഒരു ഇതൊക്കെ ആയിരുന്നു. സ്നാനമോ അല്ലെങ്കിൽ വേർപാടോ കർത്തൃമേശോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആ ദൈവദാസനിലൂടെ അല്ലെങ്കിൽ ആ അച്ഛനിലൂടെ അറിഞ്ഞ പ്രകാരം ഞങ്ങള് അതിൽ നിന്ന് പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറുവാനിടയായി. ഒത്തിരി പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഒരു വഴി പോലും തരുന്നില്ല. കാരണം ഞങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും പള്ളിയുടെ കോമ്പൗണ്ടിലൂടെ ഞങ്ങൾ കയറി ഇറങ്ങണം. എന്നാലും ആ ദൈവത്തെ അറിയുവാനായിട്ട് സ്വർഗ്ഗത്തിൽ ദൈവം കൃപ നൽകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എന്റെ കല്യാണം നടക്കുന്നത്. എന്നാൽ കല്യാണത്തിന് ശേഷം ഞാൻ കല്യാണത്തിന് മുമ്പും വിദേശത്തായിരുന്നു. വിദേശ ജോലി ചെയ്യുമ്പോഴാണ് ഞാനിങ്ങനെ കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ കല്യാണം കഴിക്കുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം പിന്നീട് എനിക്ക് 2 മക്കളുണ്ടായി. അതിന് ശേഷം വീണ്ടും എനിക്ക് വിദേശത്ത് പോകാനൊരു താല്പര്യം തോന്നി. ഞാനൊരു കമ്പനിയായിട്ട് കോണ്ടാക്ട് ആയി. അങ്ങനെ അബുദാബിയിലേക്ക് ഞാൻ ജോലിക്ക് പോകാനിടയായി. അബുദാബിയിൽ ചെന്നപ്പോ അതിനു മുമ്പ് വേറൊരു വിഷയമുണ്ട്. അത് അബുദാബിയിൽ പോകുന്നതിന് മുമ്പ് എന്റെ പെങ്ങളും എന്റെ അളിയനും ഒക്കെയും വിശ്വാസത്തിലേക്ക് വരാനിടയായി. സ്നാനം ഏൽക്കുവാനും രക്ഷിക്കപ്പെടുവാനും സ്നാനം ഏൽക്കുവാനും ദൈവസഭയോട് ചേർന്ന് ആരാധിക്കാനൊക്കെ ഇടയായി. അപ്പൊ അവര് വന്ന് എന്നോട് സുവിശേഷം പറയുമായിരുന്നു, സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം, ദൈവസഭയോട് ചേരണം, വേർപാട് അന്വേഷിക്കണം എന്നൊക്കെ. പക്ഷെ അതിനോട് ഒത്തിരി എതിർത്തിരുന്ന, സ്നാനം എന്താ വെച്ചാൽ കുളിയെന്നും അത് ഇടത്തിന്റെ അഴുക്കളെന്ന പരിപാടിയാണെന്നൊക്കെ എതിർത്ത് പറഞ്ഞ ഞാൻ അവരെ ഒന്നും അംഗീകരിക്കാതെ അവരോട് പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെങ്കിൽ ദൈവഹിതം അതാണെങ്കിൽ ഗൾഫിൽ പോയാലും സ്നാനപ്പെടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരെ നിഷേധിച്ചിട്ട് ഞാൻ ഗൾഫിൽ പോകാനിടയായി. എന്നാൽ അവിടെ ചെന്നപ്പോ എന്റെ കമ്പനി എനിക്ക് വിരോധമായി തീരുവാനിടയായി. ദൈവവചന ഇപ്രകാരം പറഞ്ഞോളാം, അവൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കൃത്യമായി സംസാരിച്ചു. ആ വചനം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു അവിടെ. കാരണം ഒത്തിരി ഓഫറുകളൊക്കെ പറഞ്ഞ കമ്പനിയിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോ ഒരു റോഡ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു അത്. അവരെല്ലാ വിധത്തിലും എല്ലാം ഫ്രോഡ് തട്ടിപ്പുകാരായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഞാൻ കഷ്ടത്തിലായി. എനിക്ക് എന്റെ ശമ്പളം കിട്ടണം, എന്റെ ജോലി കിട്ടണം, അല്ലെങ്കിൽ എന്നെ നാട്ടിൽ ബാക്ക് ചെയ്ത് വിട്ടേക്കണം, എനിക്ക് നാട്ടിൽ പോയാൽ മതി എന്നൊക്കെ നിർബന്ധം പറഞ്ഞപ്പോ ആ കമ്പനി എന്നോട് പറഞ്ഞു, നീ ഇവിടെ കിടന്ന് പട്ടിണി കിടക്കുമ്പോൾ താനെ ഒപ്പിട്ടിട്ട് നീ കമ്പനിയുടെ ജോലി ചെയ്യും, നിന്നെ കൂടി ഞങ്ങളത് ചെയ്യിക്കുമെന്ന് പറയാനേ. എന്നാൽ പ്രിയരെ ശ്രദ്ധിക്കണമേ, ഞാൻ ആ കമ്പനിയിൽ ഒരു സമരം ചെയ്യണേ. കാരണം എനിക്ക് എന്റെ ശമ്പളം കിട്ടിയിട്ടല്ലാതെ ഞാൻ ജോലിക്ക് കയറില്ല എന്ന് നിർബന്ധം പറഞ്ഞു. റൂമിൽ ഇരുന്നിട്ട് ബൈബിള് വായിക്കാൻ തുടങ്ങി. POC ബൈബിൾ കൊണ്ടുവരുന്നു, ബൈബിള് വായിക്കാൻ തുടങ്ങി. ഓരോ പ്രാവശ്യവും കണ്ണടച്ച് തുറക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. കണ്ണടച്ച് തുറക്കുമ്പോഴൊക്കെയും കിട്ടുന്നത് സ്നാനത്തെ കുറിച്ചാണ്. സ്നാനമോ യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ളതാണെന്നൊക്കെയും അങ്ങനെ ഓരോ ഭാഗങ്ങളും എപ്പോ ബൈബിൾ എടുത്താലും സ്നാനത്തെ കുറിച്ച് കിട്ടുവാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അവസ്ഥകളൊക്കെ മാറി. ഭക്ഷണ കാര്യങ്ങളൊന്നും കിട്ടാതെയായി, പ്രതികൂലമായി. വീണ്ടും കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ സ്വയം തീരുമാനിച്ചു, ഇനി സ്നാനത്തെ കുറിച്ച് എനിക്കൊരു വചനം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടും. അങ്ങനെ ഞാൻ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിച്ചു. ക്യാമ്പിലോ റൂമിലോ ആരുമില്ല, എല്ലാവരും ജോലിക്ക് പോയി. AC ഓണാക്കാൻ പാടില്ല. കൊടും ചൂടില് റൂമില് കഥ കടച്ചിട്ട് ആ പുഴുക്ക അവസ്ഥയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ സ്നാനം സത്യമാണെങ്കിൽ എനിക്ക് നീ വെളിപ്പെടുത്തി തരണം. ഇന്ന് ഞാൻ എടുക്കുന്ന വചനഭാഗം സ്നാനത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും അത് ചെയ്യും. അങ്ങനെ ഞാൻ വീണ്ടും മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ഏറ്റവും അറ്റത്ത്, കാരണം എപ്പോഴും നടുക്കും പല ഭാഗങ്ങളൊക്കെയാണ് തുറക്കണത്, ഏറ്റവും അറ്റം നോക്കി, തുറക്കാത്ത ഭാഗം നോക്കി, ലേഖനങ്ങളുടെ ഭാഗം നോക്കി തുറന്നു. അപ്പൊ പത്രോസിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, നല്ല മനസ്സാക്ഷിക്കുള്ള ദൈവത്തോടുള്ള അപേക്ഷ എത്രയെന്ന് കിട്ടി എനിക്ക്. ആ ദൈവവചനം എന്നെ വളരെയധികം സ്വാധീനിച്ചു. പിന്നെ എനിക്ക് ജോലിയല്ല അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളല്ല, ഞാൻ ഇനി സ്നാനപ്പെട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചുപോയ നിത്യനരകത്തിൽ പോകും എന്നുള്ള ആ വലിയ ഒരു ഉറപ്പ് എനിക്ക് ആ വചനം എന്നോട് ഇടപെടാനിടയായി. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്യാമ്പിലെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ ചെന്ന് ചോദിച്ചു, ഇവിടെ ആരാണ് ബന്ധിക്കോസ് ആയിട്ടുള്ളവരും? അപ്പൊ രഹസ്യ മെക്കാനിക്ക് ഒരു മനുഷ്യൻ, നാട്ടില് കപ്പേരായിരുന്നു, രഹസ്യ മെക്കാനിക്കുമായിരുന്നു. പക്ഷെ ആൾ അവിടെ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒത്തിരി പേരെ ക്യാമ്പിൽ നിന്ന് ദൈവസഭയിലോട്ട് കൊണ്ടുവന്നൊരു പരിപാടി ഇല്ലായിരുന്നു. ആ ആളെ പരിചയപ്പെടാനിടയിൽ ആളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ തന്നെ സ്നാനപ്പെടണം. ആളെ എന്നോട് പറഞ്ഞു, സ്നാനപ്പെടാൻ പറ്റില്ല, ദൈവസഭയിൽ ചേരണം, ദൈവവാസം പറയുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ദൈവസഭയിൽ കടന്നു വരണ്ടേ
അബുദാബിയിലെ ഷാരൻ ഫെലോഷിപ്പിന്റെ ബ്രാഞ്ചായിട്ടുള്ള ഫിലദൽഫിയ ചർച്ച്, അവിടുത്തെ ബാബു വർഗീസ് പാസ്റ്ററിന്റെ അടുത്ത് എന്നെ കൊണ്ടുവരാനിടയായി. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, വിശുദ്ധിയും വേർപാടും പത്യോപദേശമുള്ള നല്ലൊരു ദൈവദാസൻ. ആ ദൈവദാസന്റെ കൊണ്ടുപോയി ചെന്നപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, സ്നാനപ്പെടുത്തണം, പക്ഷേ വചനം പഠിക്കണം, വചനത്തിൽ ഉറപ്പുവരുത്തണം, നിനക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവസഭ പ്രാർത്ഥിക്കും, നീ വിശ്വാസം ഏറ്റ് സഭയുടെ മുമ്പാകെ സാക്ഷ്യം പറയണം, സ്നാനപ്പെടുന്നതിന്റെ നിനക്ക് കിട്ടിയ ആ അറിവ് എന്തെന്ന് നീ സാക്ഷ്യം പറയണം, എന്നാൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചോ എന്തി? അപ്പൊ അവര് പറഞ്ഞു, നീ മരിച്ചു പോകത്തില്ല, ഇത് ദൈവം നിനക്ക് തന്നതാ, നിനക്ക് ആഗ്രഹം തന്നതാ, അപ്പൊ നിശ്ചയമായിട്ട് നീ ജീവിച്ചിരിക്കും, നിനക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും, നീ ജീവിച്ചിരുന്ന് കർത്താവിന്റെ വചനം അനുസരിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടാതെ നിന്റെ ആത്മാവിനെ ദൈവം എടുക്കത്തില്ല. അങ്ങനെ ദൈവസഭ എനിക്ക് വേണ്ടി ഉപസിക്കാൻ തുടങ്ങി. ഓരോരുത്തരോരുത്തായിട്ട് ഓരോ ദിവസം ഉപസിക്കാൻ തുടങ്ങി. ദൈവദാസൻ എനിക്ക് വേണ്ട സാമ്പത്തിക സഹായം തന്നു. ഞാൻ അബുദാബിയില് മീൻസ് മഫ്രഖ് എന്ന സ്ഥലത്തായിരുന്നു. അവിടേക്ക് ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴേക്കാം ഞാൻ അവിടെ ചെല്ലും. ദൈവദാസൻ എനിക്ക് പൈസ തരും, വണ്ടിക്കാശൊക്കെ തരും, ഞാൻ തിരിച്ചു വരും, വചനം പഠിപ്പിക്കും. അങ്ങനെ എല്ലാം ഉറപ്പ് പ്രാപിച്ച് വിശ്വാസം ഞാൻ ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസനെ ഞാൻ ഇനി മാറത്തില്ല, ജീവരന്തും വിശ്വസനായിട്ട് ഈ കർത്താവിനോട് ജീവിക്കുമെന്ന് പറയാണ്ടേ. അങ്ങനെ 2006 ജനുവരി 19 അബുദാബിയിൽ ഫിലദൽഫിയ ചർച്ചിലെ സ്നാനക്കുളത്തില് വർഗീസ് പാസ്റ്ററിന്റെ കൈക്കീഴില് സ്നാനമേൽപ്പാൻ സ്വർഗത്തിൽ എനിക്ക് കൃപ നൽകി. അങ്ങനെ അവിടെ യേശുക്രിസ്തുവിന്റെ ആ രക്ഷ ഏറ്റു പറഞ്ഞ ദിവസം സ്നാനം സ്വീകരിച്ചു. അതിനുശേഷം എനിക്ക് കമ്പനിയിൽ എന്റെ ജോലി എല്ലാം റെഡിയായി, പറഞ്ഞ ശമ്പളം തന്നു. എന്നെ അവിടെ അവര് ഓഫീസിലേക്കുള്ള എന്താ പറയുക, ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്കറായിട്ടാണ് പോയത്. ഓഫീസിലെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി മാത്രം മാറ്റി നിർത്തിയിട്ട് എനിക്ക് 10 മണി തുടങ്ങി 3 മണി വരെ വർക്കുള്ളൂ. ഓവർ ടൈം എല്ലാം ഉണ്ട്, വണ്ടിയിൽ എന്നെ സെപ്പറേറ്റ് കൊണ്ടുപോകും, എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാണ്ടേ. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്താനാ, ആ ദൈവത്തോട് ചേരാനാ. അല്ല നാട്ടിലാണെങ്കിൽ ഞാൻ എപ്പോഴും സ്നാനം എന്നുള്ള ഒരു കുളി എന്ന് പറഞ്ഞിട്ട് പോയാന്. തീർച്ചയായിട്ടും പ്രിയരെന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിനോട് ചേരാനുള്ള സ്നാനം അത് രക്ഷയുടെ മാർഗമാണ്, നല്ല മനസ്സാക്ഷിയുള്ള അപേക്ഷയാണ്. അത് ഞാൻ ഒരിക്കൽ കൂടി ഒരു സന്ദേശമായി നിങ്ങളോട് അറിയിക്കുകയാണ്. യേശുക്രിസ്തുവിനോട് ചേരാതെ ആരും നിത്യത്തിൽ എത്തത്തില്ല. പ്രിയരെ, യേശുക്രിസ്തു ആണ് ഏക സത്യം, ഏക വഴി, ഏക ദൈവം. ഹല്ലേലൂയ. അവൻ മാത്രമാണ് രക്ഷകൻ. അതിലൂടെ ആരും സ്വർഗത്തിൽ എത്തത്തില്ല. എന്റെ ജീവിത സാക്ഷ്യത്തില് മറ്റൊരു അനുഭവം കൂടി എനിക്ക് പറയുവാനുണ്ട്. ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ആ സഭയിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള മെമ്പറായിട്ട് ഞാൻ ചെയ്യുവാനിടയായി. അവിടെ ലീവൊക്കെ എനിക്ക് പോകാനായിട്ട് കമ്പനി അനുവദിച്ചു തരാനിടയായി. കാരണം അവിടെയും എനിക്ക് കമ്പനിയിൽ ഒരു മാനേജർ, ഒരു സെക്ഷനിൽ ഒരു മാനേജർ ഒരുക്കി എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് ചർച്ചയിൽ പോകാനുള്ള അനുവാദം ലഭിച്ചു. അവിടെ കൺവെൻഷൻ വെച്ചപ്പോൾ അതിനുവേണ്ടി 3 ദിവസം പോയി ദൈവദാസനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അതും ആ കാര്യങ്ങളും അനുവാദം ഒക്കെയും എനിക്ക് കമ്പനി തരുവാനിടയായി. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ദൈവസഭയില് വളരെ സന്തോഷത്തോടെ കടന്നു പോവുകയായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ അമ്മക്ക് വാർദ്ധക്യത്തിന്റെ ചെറിയ വിഷയങ്ങളും രോഗങ്ങളൊക്കെ വരണ്ടേ. വീട്ടിൽ ഭാര്യയും അമ്മയും 2 കുഞ്ഞുങ്ങളും മാത്രമായിരുന്നു. ചുറ്റുപാട് അയൽവാസികളൊന്നും ഇല്ല, ഒത്തിരി ദൂരമാണ് വീടുകൾ ഉള്ളതൊക്കെ. ചുറ്റും പള്ളിയുടെ പറമ്പാണ്. ഞങ്ങൾ പള്ളിയുടെ ഒരു കുടിയറപ്പായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് അമ്മയെയും 2 കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരു കണ്ടീഷൻ വന്നു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വരുവാനിടയായി. എന്നാൽ ഇതിനിടയിൽ ദൈവസഭ എന്നെ പ്രാർത്ഥിച്ചു, ദൈവവേലക്ക് പോവാൻ, അതെ, ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് എന്നെ നാട്ടിലേക്ക് വിടുവാനിടയായി. ആ കഴിവ് പ്രാർത്ഥന ചെയ്തു നാട്ടിലേക്ക് വിട്ടു. പക്ഷെ നാട്ടിൽ വന്നപ്പോ എന്റെ ഭാര്യ സഹോദരി വിശ്വാസത്തിലല്ലായിരുന്നത് കൊണ്ടും ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ദൈവ വചന പഠനത്തിന് പോകാൻ കഴിയാതെ വന്നു. ഞാൻ വീണ്ടും നാട്ടിൽ പണിയെടുക്കുകയും കുടുംബം നോക്കുകയൊക്കെ ചെയ്തു. എല്ലാ വർഷവും 31 ആകുമ്പോൾ ദൈവമേ ഈ വർഷം ദൈവവചനത്തിന് പഠിക്കാൻ പോവാ, ബൈബിൾ കോളേജിൽ പോവാന്ന് പറയും. പക്ഷെ അങ്ങനെ 18 വർഷം കഴിഞ്ഞു. എനിക്ക് വല്ലാത്ത വേദനയും വിഷമം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഭാര്യ രക്ഷിക്കപ്പെട്ടു, കുടുംബമായിട്ട് എല്ലാവരും രക്ഷയിൽ വന്നു, എല്ലാവരും സ്നാനപ്പെട്ടു, ദൈവസഭയോട് ചേർന്ന് ആരാധിച്ച കടന്നു പോകുന്നു. പക്ഷെ പല വിഷയങ്ങളും എന്റെ ജീവിതത്തിൽ ദൈവവചന പഠനത്തിന് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 ഞാൻ ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നടുവിനൊരു വേദന വന്നപ്പോൾ താഴെ കിടക്കുവാനിടയിൽ പായിട്ടു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം ഞാൻ തളർന്നുപോയി. എന്റെ വിരൽ പോലും അനക്കാൻ കഴിയാത്ത വിധത്തിൽ തളർന്നുപോയി. അത് എനിക്ക് നല്ല ഉറപ്പായി, ദൈവം എന്നെ പിടിച്ചതാ. കാരണം ഞാൻ സ്നാനക്കുളത്തിൽ നിന്ന് ഇരുന്നിട്ടപ്പോ ഞാനിവിടെ ചെന്ന് നേർച്ച നേർന്നുണ്ടായി.
ഇനിയുള്ള ആയുസ്സൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. പക്ഷെ ഞാൻ പല പ്രവർത്തനങ്ങളൊക്കെ പരസ്യങ്ങൾക്കും പേഴ്സണൽ വാഞ്ചേഴ്സിനൊക്കെ പോകുമായിരുന്നെങ്കിലും പൂർണ്ണമായിട്ട് ദൈവത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുത്തില്ല. ഞാൻ എനിക്ക് ബോധിച്ച രീതിയിലായിരുന്നു പോയിരുന്നത്. പക്ഷെ ഈ അവസ്ഥ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് നേർന്നു, ദൈവമേ, ഇനി നീ എന്നെ നടത്തിയാൽ ആയുസ്സൊക്കെയും നിനക്കായി ഓടിയേക്കാം, നിന്റെ നാമമഹത്വത്തിനായി ശിഷ്ടായുസ്സൊക്കെയും ജീവിച്ചേക്കാമെന്ന് നേരെ വരട്ടെ. പ്രിയരെ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ നട്ടെല്ലാം അകന്നിരിക്കുന്നതും അത് വളഞ്ഞു പോയിരിക്കുന്നതും അതിനുള്ളിലെ സ്പൈനൽ കോഡ് നേർത്ത് പോയിരിക്കുന്നതായിട്ട് കാണുവാനിടയായി. അത് പെട്ടെന്നൊന്നും ശരിയാവത്തില്ല, ഒത്തിരി റെസ്റ്റും ഒത്തിരി നാളുകൾ പിടിക്കും അത് ശരിയാവുമെന്ന് പറയുവാനിടയായി. എന്നാൽ കേൾക്കണമേ, 11 ദിവസം കഴിഞ്ഞപ്പോ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ നടക്കുവാൻ കഴിഞ്ഞു. പിന്നീട് ഇന്ന് വരെ ഹല്ലേലൂയ, ഞാനൊരു മരുന്നെടുക്കുകയോ ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ചെക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇപ്പൊ ഏതാണ്ട് ഒരു 3 വർഷമാകാൻ പോകുന്നു. കർത്താവിന് വേണ്ടി ദിനംതോറും ഒരു ദിവസം 100-150 കിലോമീറ്റർ വാഹനം ഓടിക്കുകയും നടക്കുകയും മല കയറുകയും കുന്നു കയറുകയും അവിടെ വീടുകൾ കയറിറങ്ങി ട്രാക്ട് കൊടുക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്ത് സ്വർഗത്തിൽ എനിക്ക് കൃപ നൽകി അവൻ എൻ്റെ ഹല്ലേലൂയ, അതെ, കിടക്ക മാറ്റി വിരിക്കുന്ന ദൈവം, തളർന്നവരെ അതിനെ ബലപ്പെടുത്തുന്നവൻ, എഴുന്നേൽപ്പിക്കുന്നവൻ, അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, സമാധാന പ്രഭു. എന്നാൽ ശ്രദ്ധിക്കണമേ, ഞാൻ എൻ്റെ ദൈവത്തോട് ഈ സൗഖ്യം കിട്ടിയപ്പോൾ ഒരു നേർച്ച നേർന്നു. ദൈവമേ, നീ എന്നിൽ പ്രസാദിച്ചുവെന്ന് എനിക്ക് ബോധ്യം വരണമെങ്കിൽ ഞാനൊരു 40 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയുമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഞാനാകെ 2.5 ദിവസം മാത്രമേ, എന്ന് വെച്ചാൽ 3 ദിവസം എന്ന് പറയും, സൺഡേ ഉച്ചക്ക് ഭക്ഷണം കഴിക്കും, അങ്ങനെ മാത്രമേ ഫാസ്റ്റിംഗ് എടുത്തിട്ടുള്ളൂ. 7 ദിവസം പോലും ഫുള്ളായിട്ട് ഫാസ്റ്റിംഗ് എടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹം, 40 ദിവസം ഇരിക്കണം. കർത്താവ് എന്നെ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്നെ വിളിച്ച വിളി എനിക്ക് വിശ്വാസയോഗ്യമാകണമെങ്കിൽ 40 ദിവസം പൂർണ്ണമായിട്ടും ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണം. അങ്ങനെ ഞാൻ അതിനു വേണ്ടി ഒരു ഇടം അന്വേഷിച്ച് നാളുകൾ അന്വേഷിച്ചിട്ട് എനിക്കൊരു സ്ഥലം കിട്ടിയില്ല. അവസാനം എനിക്ക് കിട്ടിയത് മാങ്കുളത്ത്, അവിടെ ഒരു റിസോർട്ടല്ല, ഒരു മുറിയും ഒരു കിച്ചണും ഒരു ബാത്റൂമായിട്ടുള്ള റൂം എനിക്ക് കിട്ടുവാനിടെ ഒരു സഹോദരൻ എനിക്ക് അത് അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ അവിടെ 2 മാസം അത് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പോയി 40 ദിവസം ഇരിക്കാനിടയായി. 40 ദിവസം ഉപവസിക്കാനിരുന്നപ്പോ ആദ്യമൊക്കെ ഞാൻ 3 നേരം വരെ കാപ്പി കുടിക്കുമായിരുന്നു, കട്ടൻ കാപ്പി. ഇടയ്ക്ക് ഇത്തിരി വെള്ളം കുടിക്കുമായിരുന്നു. എന്നാൽ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോ അത് 2 നേരമാക്കി, വെള്ളം കുറച്ചു. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോ 1 നേരമാക്കി, കാപ്പി കുടി, വെള്ളം കുറച്ചു. അങ്ങനെ പൂർണ്ണമായിട്ടും 40 ദിവസം ദൈവസന്നിധിയിൽ നിന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി. ആ ഉപവാസവും പ്രാർത്ഥനയിലും എല്ലാ ഞായറാഴ്ചയും അവിടെ മാങ്കുളത്തുള്ള ഒരു ഷാരൻ ഫെലോഷിപ്പിന്റെ ഒരു ചർച്ചിൽ പോയി മല കയറി, ഏതാണ്ട് 800 അടി ഹൈറ്റിൽ മല കയറി പോയിട്ട് വേണം ആ ചർച്ചിലെത്തണമെങ്കിൽ. കുവൈറ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അത്. അവിടെ ഉള്ള ഒരു ചർച്ചിൽ പോകാനിടയായി. ഓരോ ഞായറാഴ്ചയും ഞാൻ മല കയറുമ്പോൾ പല വിശ്വാസികളും പല ദേവദാസന്മാരും വന്നിട്ട് എന്നോട് പറയുമായിരുന്നു, ഞങ്ങൾ വണ്ടിക്ക് കൊണ്ടുപോവാ ഫാസ്റ്റിംഗ് അല്ലേ. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ കർത്താവ് ഗോൽഗോത്തയിലേക്ക് ക്രൂശ് എടുത്തിട്ടും അവൻ കയറിയെങ്കിൽ ഞാൻ ഫാസ്റ്റിങ്ങിലല്ലേ, കൃപ മാർത്തുകൊണ്ട് ഈ മല കയറണം, അത് ഇറങ്ങണം. എന്റെ കർത്താവ്, കാരണം എന്റെ കർത്താവാണ് എന്നെ നടത്തുന്നുള്ള ആ വിശ്വാസം ഉറപ്പും എന്റെ ജീവിതത്തിൽ പ്രാപിക്കണം. അതേ പ്രിയരെ, ആ 5 ആഴ്ചയും ഞാൻ ആ മല കയറി, അത് ഇറങ്ങി വരുന്ന വഴിക്കൊക്കെയും ട്രാക്ട് കൊടുത്തിട്ട് സുവിശേഷം പറയുമായിരുന്നു. അങ്ങനെ 40 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു. ആ ദേശത്ത് ദൈവസഭയിൽ സാക്ഷ്യം പറയാനിടയായി. അതിനുശേഷം 2 മാസം ആ ദൈവസഭയോട് ചേർന്ന് അവിടെ പ്രവർത്തിക്കുവാനും മറ്റൊരു സാക്ഷ്യം കൂടിയുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എന്നിൽ പ്രസാദിച്ചു എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ ഞാൻ ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു വ്യക്തിയെങ്കിലും രക്ഷയിലേക്ക് നടത്താൻ കഴിയണം. അങ്ങനെ ഞാൻ ഏതാണ്ട് 39 ദിവസം കഴിഞ്ഞു ഫാസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് തൊട്ടടുത്ത റൂമിലേക്ക് തിരുവനന്തപുരത്തുള്ള ഒരു അച്ചായൻ, ടൈറ്റസ് എന്നുള്ള ഒരു അച്ചായൻ, മകൾക്ക് ജോലി കിട്ടിയിട്ട് നഴ്സിംഗ് ജോലി കിട്ടിയിട്ട് അവിടെ വന്ന് താമസിക്കാൻ ഇടയായി. കാരണം അവരുടെ അക്കോമഡേഷൻ റെഡി ആയിട്ടില്ലാത്തതുകൊണ്ട് ആ ബിൽഡിങ്ങിൽ വന്ന് താമസിക്കാൻ ഇടയായി. അപ്പൊ എന്നെ കണ്ടപ്പോൾ ആള് ചോദിച്ചു, ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ശുശ്രൂഷ എന്റെ ഹൃദയത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കാൻ വന്നാണ്, അതുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ പ്രയറിലാണെന്ന് പറഞ്ഞു. അപ്പൊ ആള് എന്നോട് പറഞ്ഞു, എനിക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, വൈകിട്ട് എന്റെ റൂമിലോട്ട് വരാൻ പറഞ്ഞു. ആളെന്റെ റൂമിൽ വരാനിടയായി. അങ്ങനെ ആളുടെ മകന്റെ ഒരു വിഷയം പറഞ്ഞു, മകന്റെ വിഷയം പറയാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുകയാണ്, ഇയാളോട് സുവിശേഷം പറ. അങ്ങനെ ആളോട് സുവിശേഷം പറഞ്ഞപ്പോ അയാള് രക്ഷിക്കപ്പെടാൻ തക്കവിധം ഇടയായി. ഹല്ലേലൂയ. ആള് പറഞ്ഞു, നാളെ ഞാൻ എൻ്റെ മകളെയും കൂട്ടി വരാം,
അങ്ങനെ മകളെയും കുട്ടി വന്ന അപ്പോ മകളും ഈ മുമ്പേ തന്നെ എവിടെയോ സ്നാനപ്പെട്ടിട്ട് രഹസ്യത്തിലുള്ള ശിഷ്യരായിട്ട് അവര് ആരാധിച്ചു കടന്നു പോലെയായിരുന്നു. ഈ ചാച്ചൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മകൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ ചാച്ചൻ എന്ത് ചെയ്തു, മകളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനിടയായി. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം ആ ചാച്ചൻ തിരുവനന്തപുരത്ത് ഒരു ചർച്ചിൽ പോയി സ്നാനപ്പെടുവാനും ആ സ്നാനത്തിൽ പോകാനും എല്ലാത്തിനും ദൈവത്തിന് സ്വർഗത്തിന് കൃപ നൽകാനിടയായി. അപ്പോ നിശ്ചയമായിട്ടും നമ്മൾ എന്ത് ചോദിച്ചാലും അത് നൽകുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന യേശു ക്രിസ്തു. ആ ദൈവം അല്ലെങ്കിൽ ഇന്നും എന്നേക്കും അനന്യൻ. അവൻ ആദ്യം അന്ത്യനാണ്. അവൻ എന്നേക്കും ജീവിക്കുന്ന ദൈവമാണ്. അവൻ ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, സകല ജഡത്തിന്റെയും ദൈവം. അത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം എല്ലാവർക്കും ദർശിക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഒത്തിരി അപകടങ്ങൾ വേറെ ഉണ്ടായി. അതൊന്നും ഞാനിവിടെ പറഞ്ഞ് നീട്ടുന്നില്ല. പല വിധത്തിലും ദുഷ്ടൻ എന്നെ കൊന്നു കളയാൻ വേണ്ടി ബൈക്ക് ആക്സിഡന്റ് തന്നെ 5 പ്രാവശ്യം ഉണ്ടായി. എന്നിട്ടും ദൈവം എന്നും എന്നെ പരിപാലിക്കുന്നു. കാരണം അവനിൽ മറയുന്ന, അവനിൽ ആശ്രയിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുത്രനെ നൽകിയ അത്ര നല്ല സ്നേഹമാണ് നമ്മൾ സേവിക്കുന്ന ആ ദൈവം. ആകയാൽ പ്രിയരെ, എൻ്റെ ഈ സാക്ഷ്യം അനേകർക്ക് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് ഉറപ്പുവരുത്താൻ അത്ഭുതം ഉതകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിലുപരി എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അന്ന് എൻ്റെ അപകടത്തിന് കാരണക്കാരായ ആ വാഹനം ഓടിച്ച ആ മനുഷ്യനും ഐജിയും അവരോടുണ്ടായ സഹപ്രവർത്തകരും ഒക്കെയും ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ എനിക്കും സാക്ഷികളാകണം. കാരണം എന്നെ വണ്ടി ഇടിച്ചതും കണ്ടതും എല്ലാത്തിനും അവർ സാക്ഷികളാ. ഞാൻ ഒത്തിരി കവലകളിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവരെ കുറിച്ച് പറയാറുണ്ട്. കാരണം ആരെങ്കിലും ഈ സാക്ഷ്യം ഒന്ന് സർട്ടിഫൈ ചെയ്യാൻ, എൻ്റെ 30 പേര്, എൻ്റെ നാട്ടിലുള്ള 30 പേര് അച്ഛനൊക്കെ സർട്ടിഫിക്കേഷൻ ആണ്. എല്ലാ നാട്ടുകാർക്കും അത് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്ന സാക്ഷ്യം. ഇതിനകത്ത് എനിക്കൊന്നും കൂട്ടാനും കുറക്കാനും ഒന്നുമില്ല. കാരണം ഞാൻ തളർന്നു പോയതും എനിക്ക് വണ്ടിയാച്ചനുണ്ടായതൊക്കെ ലൈവായിട്ട് കണ്ട ആൾക്കാരെ നാട് മുഴുവനും തുടങ്ങ പ്രാർത്ഥിച്ചതാ. എനിക്കതിനകത്ത് വേറൊരു സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല. പക്ഷേ അതിനപ്പുറമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്, ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ സാക്ഷ്യം കൊടുക്കുമ്പോൾ അതിനകത്തൊന്ന് കൊടുക്കണേ, എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. കാരണം ഞാൻ ജീവിക്കുന്നു, ദൈവം എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത് ഏത് മരണകരമായ അവസ്ഥയാണെങ്കിലും വിടുവിപ്പിക്കാനും രക്ഷിക്കുവാനും അത് ജയത്തോടെ നടത്തുവാനും നല്ല ഒരു ആത്മീയ ജീവിതം, നല്ലൊരു സന്തോഷമുള്ള ജീവിതം, നല്ല കുടുംബ ജീവിതം എല്ലാം ദൈവം നൽകാൻ വിശ്വസ്തനും മതിയായവനുമെന്ന് പറയുവാൻ തക്കവിധമാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിനായി സാവകാശം ഒരുക്കിയ, ഇതിനായി എനിക്ക് അവസരം നൽകിയ ആസാദ് ടിവിക്കും പിന്നെ പാസ്റ്ററിനും എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഈ വാക്കുകൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം സഹായിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. മഹത്വം ദൈവത്തിന് കാര്യമായിട്ടും ദൈവം സഹായിക്കട്ടെ. പിന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത്. ദൈവം ധാരാളമായിട്ട് മാനിക്കട്ടെ. കഴിഞ്ഞിടയ്ക്ക് നമുക്ക് ഈ ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ മറക്കൾസിനെ കുറിച്ചൊക്കെ, പ്രാർത്ഥനയിലൂടെ സൗഖ്യം കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഒരു പ്രോഗ്രാം നടന്നു. നമ്മളത് അതിന് വന്ന് പങ്കെടുത്ത ദേവദാസന്മാരുടെയൊക്കെ അനുഭവങ്ങൾ കൊണ്ടുവന്നു. അപ്പം ബിനു ബ്രദർ അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ മരിച്ച് ജീവിച്ച ആളാണ്, വൈദ്യശാസ്ത്രം വിധി എഴുതിയെടുത്ത് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. എൻ്റെ ജീവിതം ഒരു വലിയ മുടക്കലാണ്. ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ പോയി പറയാൻ പറ്റിയില്ലെങ്കിലും ആസാദിയിൽ അല്ലേ ഒരു വാക്ക് പറയാൻ ഇപ്പോൾ ദൈവം ഒരു മുഖാന്തരം ഒരുക്കി. സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വലിയൊരു ആഗ്രഹമാണ്. അന്ന് ആ ആക്സിഡന്റ് നടന്ന സംഭവം കണ്ടവരോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടവരോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബിനുബ്രനെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, 8689822878. ഇത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ്. ഇതിനകത്ത് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ ബിനുബ്രദറിൻ്റെ നമ്പറോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള വിവരങ്ങളോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം. വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ സാവകാശം കിട്ടിയില്ലെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ഓരോ മെസ്സേജ് നോക്കി മറുപടി നൽകുവാൻ കഴിയുമല്ലോ. അങ്ങനെ ആ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളും ആ നമ്പറിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബിനുബ്രദർ, എന്തെങ്കിലും വിട്ടുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ അല്പസമയങ്ങൾ കൂടെ പറയാം. ജീവിതത്തിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ, ദൈവിക ഇടപെടലുണ്ടായ, മറക്കാനാവാത്ത അനുഭവങ്ങൾ ധാരാളം ഉണ്ടാക്കാം അല്ലേ? അതിനകത്ത് പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുന്ന 1-2 അനുഭവങ്ങൾ കൂടെ പറയാം കേട്ടോ. സമയം പോയെന്ന് വിചാരിക്കേണ്ട. 1-2 അനുഭവങ്ങൾ കൂടെ പങ്കുവെക്കാനുള്ള സാവകാശമുണ്ട്. ദേവാസന
ഞങ്ങള് ഞാനൊരു വിഷൻ ഹാർവസ്റ്റ് ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ടീമിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ അവിടെ ഒത്തിരി ദൈവാസന്മാരുണ്ടായിരുന്നു. അതും ഡെനോമിനേഷൻ സ്പിരിറ്റ് ഒന്നും ഇല്ലാണ്ട് ഒത്തിരി സഭകളുടെ ദൈവാസന്മാര്, ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരായിരുന്നു, എന്നാൽ സാധാരണ ഡെയിലി വേജസ് ആയിട്ടുള്ള ആൾക്കാരുടെ അങ്ങനെ ഭാവവ്യത്യാസം ഇല്ലാണ്ട് നല്ലൊരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോ നേരത്തെ ഏതൊരു കാലാവസ്ഥയിലും മഴയാണെങ്കിൽ ഏത് വിഷയങ്ങളിൽ ഞങ്ങൾ പരിശോധനകളും പ്രവർത്തനങ്ങളുടെ കാര്യം കൂടുതൽ ആക്റ്റീവ് ആയിരുന്നത്. ഈ കേരളത്തിന്റെ ഒരു 90% സ്ഥലങ്ങളിലൊക്കെ പോയി ഞങ്ങൾ പരിശോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഞങ്ങള് ഒരു ദേശത്ത് പോയി അത് ഇത്തിരി എന്താ പറയുന്നത്, സുവിശേഷീകരണത്തോട് പ്രതികൂലമുള്ള സ്ഥലമായിരുന്നു. അവിടെയൊക്കെ പരിശോധനയ്ക്ക് പോകുമ്പോ ഞാൻ വാഹനം ഓടിക്കുന്നുണ്ട്, ടൂ വീലർ ഓടിക്കുന്നുണ്ട്. എനിക്ക് ടൂ വീലർ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് വേറെ ആളുടെ കൂടെ ഞാൻ പോകുന്നത്. അപ്പൊ അന്നത്തെ ദിവസം എനിക്കൊരാഗ്രഹം, എല്ലാ ദിവസവും ഞാൻ ആളുടെ വണ്ടിയുമാണ് പോണത്. അപ്പൊ ഇനി എന്റെ വണ്ടിയിൽ പോകണമെന്ന് വെച്ചാൽ ആളെയും കൊണ്ട് ഞങ്ങൾ പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു ഷോർട്ട് കട്ടിൽ നിന്ന് ഒരു വാഹനം വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ചാടുകയും വണ്ടി ഇടിച്ച് മറിഞ്ഞു വീഴുകയും ചെയ്തു. മറിഞ്ഞു വീണിട്ട് ആ വീണ ആളുടെ എന്താ പറയണത്, മുട്ടുകൈന്റെ ഇത് തെറ്റിപ്പോയിട്ട് അത് പക്കിന് വന്ന് അടിച്ചു. ഇവിടെ ഭാഗത്ത് സൈഡിൽ അടിച്ചിട്ട് ഭയങ്കര വേദന വിഷയമൊക്കെ ആയി. ഇത്തിരി ബ്ലഡിൽ കുളിച്ചു ആള്. എന്നാൽ ആ വണ്ടി ഓടിച്ചിരുന്ന ഞാൻ പറഞ്ഞു വന്നിട്ട് എനിക്ക് ഒരു ചെറിയ ഒരു ഇത്തിരി തൊലി പോയി എന്നല്ലാണ്ട്, കാൽമേൽ ഇത്തിരി തൊലി പോയി, യാതൊന്നും സംഭവിച്ചില്ല. ഇയാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് എന്താ പറയുക, പരിശോധന ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിപ്പോയി. കാരണം ഒരു ക്രിട്ടിക്കൽ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ എങ്കിലും വളരെ വിശ്വാസത്തോടെ കടന്നു പോകുമ്പോൾ പിശാച് അവിടെ ഒരു തടസ്സം ഉണ്ടാക്കിയിട്ട് അത് ആ പരിപാടി നടന്നില്ല. പിന്നെ ആള് അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, മെഡിക്കൽ ടെസ്റ്റിലൊക്കെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അത് സൗഖ്യമായി. അങ്ങനെ ഞങ്ങള് പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ പലപ്പോഴും ശക്തമായ പ്രതികൂലങ്ങൾ ഇരിക്കുന്നുണ്ട്. മൂക്കന്നൂര് വെച്ച് ഇതേപോലെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ബാക്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ബസ്സിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ബാക്കിൽ നിന്ന് രണ്ട് ചെറിയ പിള്ളേര് വണ്ടി ഓടിച്ച് വട്ടം വെച്ചു. അവിടെ വണ്ടി ഇടിച്ചിട്ട് തെറിച്ചു പോയിട്ട് ഞങ്ങള് ഒത്തിരി ഈ ഇത് കൂട്ടുകാരന് പറ്റിയിട്ട് അവിടെയും എനിക്ക് യാതൊരു അപകടവും പറ്റിയില്ല. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് ഞങ്ങള് ബൈക്കിൽ രാത്രി വരുമ്പോ, ചില പ്രവർത്തനം കഴിഞ്ഞ് വരുമ്പോ ഹെൽമെറ്റ് ഒരാളുടെ കൈ വണ്ടിയുടെ ഹാൻഡിൽ അടിച്ചിട്ട് ഞങ്ങള് അടിച്ച് റോട്ടിൽ വീണിട്ട് ഒരു ബസ്സിന്റെ അടിയിലോട്ട് പോയിട്ട് കൃത്യമായിട്ട് അവിടെ ഒരു റോഡ് വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തി ഞങ്ങളുടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് വലിയ അപകടം, കയ്യ പൊടിയില മുറിയില ഒന്നും ഇല്ലാണ്ട് അവിടെ രക്ഷപ്പെടാനുണ്ടായി. പിന്നെ ഇതുപോലെ തന്നെ ആലുവയിൽ വെച്ചും ഇതേപോലെ ഞാനിങ്ങനെ എന്താ പറയണത്, ഒരു വർക്കിന് പോയിട്ട് വന്ന വഴി എന്റെ വണ്ടി കാണയിലോട്ട് മറിഞ്ഞിട്ട് ഞാൻ എന്റെ രണ്ട് കാലും വലിയൊരു ട്രെയിലറിന്റെ അടിയിലോട്ട് പോയി. എന്ന് വെച്ചാല് ട്രെയിലർ ഓടണ ട്രെയിലർ, പെട്ടെന്ന് ഈ ട്രെയിലറിന്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കാനിടയായി. അങ്ങനെ ട്രെയിലർ നിന്നു. അപ്പൊ ബാക്കിലുള്ള വണ്ടിക്കാരെല്ലാവരും കാണുന്നു. ഞാനിങ്ങനെ വണ്ടിയുടെ അടിയിൽ എന്റെ രണ്ട് കാലും കിടക്കെ ട്രെയിലറിന്റെ ടയറിനോട് മുട്ടിന്നുള്ള അവസ്ഥയിൽ കാണാൻ. പിന്നെ ഞാൻ എഴുന്നേറ്റ് മാറി നിന്നതിന് ശേഷമാണ് ട്രെയിലർ എടുത്തത്. അപ്പൊ ട്രെയിലർ ഡ്രൈവർ വണ്ടിക്കാർ ഊട്ടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, താൻ ഭയങ്കര ഒരു അത്ഭുതമാണ്. അപ്പൊ ഞാനവിടെ പറയാനടേ എന്റെ സാക്ഷ്യം, ഞാൻ അത്ഭുതം എന്ന് പറയാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. എന്നെ അവിടെ നിന്ന് ദൈവം പിടിപ്പിച്ചതാ. ജീവിക്കുന്ന ദൈവത്തിന് തന്റെ ഭക്തന്മാരെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നമുക്ക് ഏത് അപകടം വന്നാലും, ഏത് അവസ്ഥയിലും പിശാചി ദുഷ്ടൻ നമ്മളെ കൊന്നുകളയാൻ പദ്ധതി ഇട്ടാലും, നമ്മൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ നിശ്ചയമായിട്ടും ഏത് അനർത്ഥത്തിൽ നിന്നും, അതെ കുരുൾ താഴ്വ് കൂടെ നടന്നാലും യാതൊരു അനർത്ഥവും നിനക്കും ഭവിക്കത്തില്ല എന്നുള്ള വചനം എന്റെ ജീവിതത്തിൽ ഒത്തിരി ഇതുപോലെ സന്ദർഭങ്ങളിൽ ദൈവം തെളിയിച്ചു തന്നിട്ടുണ്ട്. വേറെ എത്ര തന്നെ ദുഷ്ടൻ നമ്മളെ കൊന്നുകളയാൻ പദ്ധതി ഇട്ടാലും ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടോ, അതിന്മേലൊക്കെ ജയം തന്ന ദൈവം നമ്മളെ നിർത്തും. ഹല്ലേലൂയ. അത് കൂടാണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തളർന്നു പോയിട്ട് നടുവിന്റെ വിഷയം വന്നിട്ട് സ്പൈനൽ കോഡിനെ ചുരുക്കാൻ ഓരോ ഡോക്ടർമാർക്കും കഴിയത്തില്ല. പല പരിപാടിയും പറയും ഞങ്ങളത് ചെയ്യായിരുന്നു. ഇന്നും എന്റെ പരിചയത്തിലുള്ള ഒരു സഹോദരൻ കിടപ്പിലായിട്ട് വർഷങ്ങളായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ തന്നെ പറയാണ് ഇത് അത്ഭുതമാണ്. കാരണം സ്പൈനൽ കോഡ് ഒരു മുടിനാരിനേക്കാളും ചെറിയ സാധനമാണ്. അത് നീണ്ടുപോയി കഴിഞ്ഞാൽ, നേരത്ത് പോയി കഴിഞ്ഞാൽ അതിനെ ചുരുക്കണമെങ്കിൽ ദൈവത്തിനെ കഴിയുള്ളൂ. അത്ഭുത മന്ത്രി എന്ന് നമ്മുടെ കർത്താവിനെ വിളിക്കാൻ കാരണം അതാ, അവൻ അത്ഭുതങ്ങളെ ചെയ്യും. അതെ, ഈ സ്പൈനൽ കോഡ് നേരെ ആകാതെ ഒരാൾക്കും എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ 2.5 വർഷമായിട്ടും കർത്താവിന് വേണ്ടി ഓടുകയാണ്. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് ഈ തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും കിടക്കുന്ന കിടപ്പാടത്ത് കടന്നിട്ട് നിങ്ങൾ പറയണം, യേശുവേ ഇതാ എന്നെ
എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നിനക്ക് തരുന്നു. നല്ല മനസാക്ഷിയോടെ ആയിരിക്കണം. ദൈവത്തെ പറ്റിക്കാനാകരുത്. പൂർണ്ണ മനസ്സോടെ പറയണം, എന്റെ ജീവിതം ഇനിയുള്ള ആയുസ് ഞാൻ നിനക്ക് തരുന്നു. നീ എന്നെ സൗഖ്യമാക്കിയാൽ, നീ എന്നെ നടത്തിയാൽ, നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് സമ്മതിച്ച് ഏൽപ്പിച്ചു കൊടുക്കാവൂ. നിശ്ചയമായിട്ടും അവൻ നിങ്ങളുടെ കിടക്ക മാറ്റിവരിക്കും. നിങ്ങളെ അത്ഭുത അതിശയമായിട്ട് ദേശത്തിന് മുമ്പാകെ, അനേകരുടെ മുമ്പാകെ സാക്ഷ്യം പറയുവാൻ നിർത്തുക തന്നെ ചെയ്യും. അതിനപ്പുറമായിട്ട് പ്രിയരെ, ഹല്ലേലൂയ, എനിക്ക് വേറൊന്ന് പറയാനുണ്ട്. നമ്മളെ വിളിച്ച ദൈവം, ഹല്ലേലൂയ, നമ്മളെ വെറുതെ വിളിച്ചതല്ല. അവൻ വില കൊടുത്ത് നമ്മളെ വിളിച്ചതാ. ആരും നമ്മളെ വിളിച്ചാല് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവം നമുക്ക് തരുന്നവനാ. ആയുസ്സിനെ തന്നവര്, ആരോഗ്യം തരുന്നവര്. ഒരിക്കൽ പോലും ഞാൻ കരുതിയിട്ടില്ല എനിക്കൊരു ഭാര്യയും 2 മക്കളും ഒരു കുടുംബം ഉണ്ടാകുമെന്ന്. കാരണം എന്റെ ജീവിതം, എന്റെ ശാരീരിക അവസ്ഥയൊക്കെ അതായിരുന്നു. എന്നാൽ പ്രിയരെ, പഠിക്കാനുള്ള വിദ്യാഭ്യാസത്തില് ഒത്തിരി വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ പഠിച്ചു. മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. COP സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയും. പിന്നെ കപ്പലിൽ റേഡിയോ ഓഫീസർ, അതിന് പഠിച്ചു. പിന്നെ ഇലക്ട്രോണിക്സ് പഠിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ, പല ഫീൽഡിൽ ഞാൻ പോയി. അവിടെയൊക്കെ എന്റെ കഴിവ് തെളിച്ചു. പക്ഷേ അവിടെ ഒന്നും എന്റെ കർത്താവ് എന്നെ നിർത്തിയില്ല. കാരണം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. നമ്മൾ എവിടെയൊക്കെ തകരുന്നുവോ, എവിടെയൊക്കെ നമ്മൾ താണു പോകുന്നുവോ, നമ്മളൊന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തില്, ഈ ലോകതലത്തിൽ ഉയർത്താനല്ല നമ്മളെ. ഈ ലോകത്തിൽ ഉയർത്തുന്നവരില്ല എന്നല്ല, ഉയർത്തുന്നവരുണ്ട്. പക്ഷേ ദൈവം നമ്മളെ ഉയർത്തുന്നത് സ്വർഗത്തില് പിതാവിന്റെ മുമ്പില് പുത്രൻ ഇവൻ എന്റെ പ്രിയൻ എന്ന് എണ്ണാൻ തക്ക വിധം ഇവിടെ നമ്മളെ വളർത്തിയെടുക്കുക. എങ്ങനെ? ആത്മീയമായിട്ട്. ശാരീരികമായിട്ടോ ഭൗതികമായിട്ടോ നമുക്ക് എന്തുണ്ടായാലും നമ്മൾ അത് വിട്ടേച്ച് പോണ്ട ആൾക്കാരാ. നമുക്ക് നല്ല വീടുകൾ ഉണ്ടാകാം, നല്ല കാറുകൾ ഉണ്ടാകാം, നല്ല ജോലി ഉണ്ടാകാം, നല്ല വരുമാനം ഉണ്ടാകാം, നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടാകാം. പക്ഷെ അതൊക്കെയും വന്നതുപോലെ നമ്മൾ തിരിച്ചു പോകും. ഇതൊന്നും നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിൽ എന്നൊരു നിത്യമായ സ്വർഗത്തില് എന്നേക്കും ജീവിക്കുന്ന, അത് ഈ ആത്മാവിന്റെ നിത്യത എന്നേക്കും നിലനിൽക്കുവാൻ തക്കവിധം നമുക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന യേശു നമ്മളെ പലപ്പോഴും നല്ല ട്രെയിനിങ് തരും. അപ്പോൾ കഷ്ടത്തിലൂടെയും പ്രയാസത്തിലൂടെയും രോഗത്തിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാം. പക്ഷെ അതൊന്നും നമ്മുടെ നാശത്തിനല്ല എന്നും നമ്മുടെ നന്മയ്ക്കാണെന്നും എന്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യം പറയുകയാണ്. കാരണം ഞാൻ മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. എനിക്ക് നല്ല ജോലി കിട്ടിയാൽ നല്ല ശമ്പളം കിട്ടും, നല്ല കാര്യങ്ങൾ കിട്ടും. പക്ഷേ അതുപോലെ COP എന്നാണ് കോഴ്സ് പഠിക്കുന്ന, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻ എന്നുള്ള കോഴ്സ് പഠിക്കുന്ന ആഗ്രഹിച്ചു അതിന് പോയി. അതിന് പോയിട്ടും അവിടെ എങ്ങും നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻ ഇന്ത്യയിൽ ജോലി തന്നെ ഒന്നുണ്ടെങ്കിൽ അത്രയും കപ്പലുകൾ വേണം. ഞങ്ങൾ ഒത്തിരി പിള്ളേർ പഠിച്ചറിയും. പക്ഷേ ഇന്ത്യയിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല. പിന്നെ അമേരിക്കയിലോ വിദേശ രാജ്യങ്ങളിലോ ഇപ്പൊ ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സാമ്പത്തികം വേണം. അപ്പോ അതും ഉണ്ടായില്ല. ആ ഫീൽഡിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷകൾ മങ്ങി. പക്ഷെ വീണ്ടും അവിടെ നിന്ന് തോറ്റില്ല. വീണ്ടും ഇലക്ട്രോണിക്സ് പഠിച്ചു. പക്ഷെ അതിനകത്തും എനിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല. ഇലക്ട്രിക്കലായിട്ട് ഇത് പോയി. പിന്നെ ഞാനൊരു കമ്പനിയിൽ ഒരു പ്ലാന്റ് ഓപ്പറേറ്റർ, PVC കമ്പനിയിൽ ഒരു പ്ലാന്റ് ഓപ്പറേറ്റർ ആയി. അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് കേരളത്തിൽ A to Z ജോസ് എന്നൊക്കെ പറഞ്ഞ A to Z ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. അത് ആ സാറിന്റെ വിശ്വസ്തനായി ഞാൻ നിന്നു. ആ സാറാണ് എന്നെ വിദേശത്ത് ആദ്യമായിട്ട് കൊണ്ടുപോയത്. കാരണം അങ്ങേർക്ക് എന്നെ അത്രയും ഇഷ്ടമായിരുന്നു. വലിയ വലിയ 10-20ഓളം എന്താ പറയണത് ലിമിറ്റഡ് കമ്പനിയുള്ള വലിയ കേരളത്തിലൊരു മെഗാ ബിസിനസ് മാഗ്നറ്റ് ആണ് ആള്. പക്ഷെ ആള് എന്നെ ഇഷ്ടപ്പെട്ടു. ഇന്ന് ആള് കേൾക്കുന്നുണ്ടെങ്കിലും ആള് സർട്ടിഫൈ ചെയ്യുന്ന, കാരണം ആളാണ് എന്നെ വിദേശത്ത് കൊണ്ടുപോയത്. ഈ സാധാരണക്കാരനായ എന്നെ ആള് കൊണ്ടുപോയി. അപ്പോ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തില് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും തളർച്ചകളും എല്ലാം വരാം. പക്ഷെ അതൊന്നും നമ്മളെ മുട്ടിച്ചു കളയാനല്ല. നമ്മളെ തീയിലൂടെ എന്ന പോലെ സ്വർണം പുറത്തു കൊണ്ടുവരുമ്പോൾ അധികം ശോഭിക്കാൻ തക്കവിധം ദൈവം നമ്മളെ കഷ്ടങ്ങളിലൂടെ നടത്തും. ഇന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, മരണത്തിനോ ജീവനോ ഇപ്പോഴുള്ളനോ ഒരുവളനോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ തീയിലൂടെ എന്ന പോലെ എന്നെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതെ, ഏതവസ്ഥയിലും എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തുന്ന ആ നല്ല ദൈവം ഇന്നും എന്നെ നടത്തുന്നു. പ്രിയരെ, ഞങ്ങള് വലിയ സാമ്പത്തികമൊന്നുമുള്ള അല്ലെങ്കിൽ വലിയ സെറ്റപ്പ് ഉള്ളതൊന്നുമല്ല. എന്റെ 2 മക്കൾ, അവര് ചെറിയ ചെറിയ ജോലി ചെയ്യുന്നു, അവര് പഠിക്കുന്നു, അവരങ്ങനെ കടന്നു പോകുന്നു. ഞാനാണെങ്കിൽ ഫുൾ ടൈം ദൈവരാജ്യത്തിന് വേണ്ടി വേലക്കൊണ്ടു ഓടുന്നു. പക്ഷെ ആവശ്യങ്ങളിലൊക്കെയും ദൈവം ഞങ്ങളെ അതെ അത്ഭുതമായും അതിശയമായും നടത്തുന്നു. ആ ദൈവം, അതെ, അവനിൽ ആശ്രയിക്കുന്നത് രക്ഷിച്ചു പോവാതെ മാനിക്കുമെന്ന് 100%, ഒരു പോയിന്റ് പോലും കുറയാതെ 100% ഞാൻ സാക്ഷീകരിക്കുകയാണ്. ദൈവം എല്ലാവരെയും വഴി നടത്താനും വിശ്വസ്തൻ. പ്രധാന സ്തോത്രം. കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിനെ വിശ്വസിച്ച് പിൻപറ്റിയവരാരും ലജ്ജിതരായി തീരത്തില്ല.
അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. പിന്നെ മുൻപോട്ട് പറയുന്നത്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ദാവീദ് അവിടെ പറയുന്നത്, മക്കളെ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്ന. ഒരു നീതിമാൻ എങ്ങനെയാണ് ജീവിതത്തിൽ അതിജീവിക്കുന്നത്? ആ സങ്കീർത്തനം പറയുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ലോകമനുഷ്യർക്കില്ലാത്ത പ്രത്യേക സംരക്ഷണവും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ വളരെ നല്ലൊരു ജീവിതാനുഭവം കേട്ടോണ്ടിരുന്നത്. ചുരുക്കമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ നാമമഹത്വത്തിനും അനേകരുടെ നിത്യതയ്ക്കും കർത്താവെ കാരണമായി തീരുവാൻ, അടിനങ്ങനെ ചെയ്ത ഉപകാരങ്ങളെ സാക്ഷീകരിക്കുവാൻ ഈ ആസാദി ടിവിയിലൂടെ സ്വർഗത്തിലെ ദൈവം പകർന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഈ ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കർത്താവെ കല്യാണിയുടെ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും വിടുതലും സൗഖ്യവും അനുഗ്രഹവും എന്നേക്കും നിത്യതയ്ക്കും അവകാശികളായി തീരേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ പകരുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും കർത്താവെ ഹല്ലേലൂയ, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവം എന്നുള്ള കർത്താവെ സാക്ഷ്യം പറയുവാൻ പോലും ഇവരുടെ ജീവിതത്തിൽ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഏതാവസ്ഥയിലും കർത്താവെ നീ അവർക്ക് ജീവിക്കുന്ന ദൈവം തെളിയിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ അങ്ങനെ ഉറപ്പിച്ചുവല്ലോ, അതുപോലെ അവരെയും ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, എന്നേക്കും നിലനിൽക്കുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ തന്നെ ഉറപ്പിച്ച് ആഴത്തിലുള്ള വിശ്വാസത്തിൽ പ്രത്യാശയിൽ കർത്താവെ നിനക്കായി ചെയ്യുവാൻ ഈ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണ സൗഖ്യം കൽപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും തകർന്ന മനസ്സോടെ ഇരിപ്പുണ്ടെങ്കിൽ, മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ കർത്താവെ ഈ ലോകത്തിന്റെ കർത്താവെ ദുസ്വഭാവങ്ങൾ കടിമപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് പൂർണ്ണ വിടുതൽ കൽപ്പിച്ച് കർത്താവെ അങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, ആരെങ്കിലും മരണാവസ്ഥയിൽ കിടപ്പെടുക്കൽ എന്നെ കർത്താവെ മരണത്തിന് വിടുവിച്ച് ജീവനിലേക്ക് നടത്തിയ നീക്ക് സാക്ഷിയാക്കിയ ഒരു അത്ഭുതകരമായ മേൽ വയ്ക്കുമാറാകണമേ. അവർ ജീവനുള്ള സാക്ഷികളായി മാറുവാൻ, ജീവിക്കുന്ന ദൈവമുണ്ട് നരകര മുമ്പാക്കി സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവങ്ങളെയും സഹായിക്കണമേ. കിടക്ക മാറ്റി വിരിക്കുന്ന, മനുഷ്യരെ ഉറപ്പിക്കുന്ന, കണ്ണീരിനെ തുടയ്ക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഈ ടിവിയിലൂടെ കേൾക്കുന്ന കാണുന്ന എല്ലാ ജീവിതങ്ങളെയും അതിന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നീക്ക് നൽകുന്ന ദൈവിക സമാധാനത്താൽ സ്വർഗം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനയാതികളൊക്കെയും ഒരു നാമ മഹത്വത്തിനായി തീർക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം പിതാവ് എടുക്കണം. പ്രാർത്ഥനകൾക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ജോസഫ് ബിനോപ്രത്തിന്റെ പേരിൽ, തൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ, തൻ്റെ ആത്മിക ശുശ്രൂഷകളുടെ പേരിൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. താങ്ക് യു വിനോപ്രാശ്വര, നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും പ്രേക്ഷകരോടുമുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.